ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മിന്നാമിന്നിക്കാട്ടിലെ കഥ കേട്ടാലോ? ചുവന്ന കണ്ണുകളുള്ള കറുത്തിരണ്ട ഒരു ഭീകര രൂപം. ചതിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും. എന്നാലും അതാരായിരിക്കും? പണ്ടൊരിടത്തൊരു മിന്നാമിന്നിക്കാടുണ്ടായിരുന്നു. അതിൽ വലിയ മരങ്ങളും നിറയെ മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഈയിടെയായി എല്ലാ രാത്രികളിലും ഭയപ്പെടുത്തുന്ന ഒരു ഭീകര ശബ്ദം കേൾക്കുമായിരുന്നു. ഇന്നലെ രാത്രി നിങ്ങൾ ബുംബും ശബ്ദം കേട്ടായിരുന്നോ? ഉറങ്ങിക്കിടന്ന ഞാൻ ഞെട്ടി ഉണർന്നടാ ശബ്ദം കേട്ടിട്ട്. ഏതോ ഭീകര ജീവിയാ. അതെ അതെ, ഇതെന്തോ വലിയ ഭൂതം തന്നെയാ. ഇനി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറിപ്പോവേണ്ടി വരുമോ? ഞാൻ ഇവിടെ ഉള്ളപ്പോ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇന്നലെ രാത്രി ഞാൻ അവനോടൊന്ന് യുദ്ധം ചെയ്തതാ. ജസ്റ്റിന് രക്ഷപ്പെട്ടതാ അവൻ. കാരു, നീ ഒരു സംഭവം തന്നെ. അവനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? അയ്യോ, പേടിച്ചു പോകും കണ്ട. തിളങ്ങുന്ന ചുവന്ന കണ്ണുകളും കൂർത്ത നീണ്ട നഖങ്ങളും ഇടിമുഴക്കം പോലുള്ള ശബ്ദവുമാണ് അവന്. കാരു, നീ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ബാക്കി പറ, കേക്കട്ടെ. മൃഗങ്ങൾ കഥ കേൾക്കാനായി കാരുവിന് ചുറ്റും കൂടി. അവന് വയറു നിറയെ പഴങ്ങളും ബെറികളും സമ്മാനമായി നൽകി. എന്നാൽ ആ കാട്ടിലെ ഉറ്റ സുഹൃത്തുക്കളായ കിട്ടുകുരങ്ങനും മിട്ടുമുയലിനും അമ്പുവേഴാമ്പലിനും കാരുവിന്റെ ഈ പെരുമാറ്റത്തിൽ ചെറിയ സംശയം തോന്നി. കിട്ടു, ദിവസം കൂടുന്തോറും ഈ കാരു ഇങ്ങനെ തടിച്ചു കൊടുത്ത് വരുന്നത് നീ ശ്രദ്ധിച്ചോ? എന്നും ഭൂതത്തിനോട് യുദ്ധം ചെയ്യുവാണെന്നൊക്കെ അവൻ പറയുന്നേ. പക്ഷെ വിരുന്നിന് പോയിട്ട് വരുന്നത് പോലെ എനിക്ക് തോന്നിയത്. ഭൂതത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാ അപ്പൊ തന്നെ അവനെയും കാണാം. ദേഹമെല്ലാം മുറിവുകളുമായിട്ട്. എന്നിട്ട് പറയുന്നതോ ഒരേ കഥ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കാരു അല്ലാതെ ഭൂതത്തെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അവനെങ്ങാനും നമ്മളെ പറ്റിക്കുവാണെങ്കിലോ? അവൻ നിരപരാധിയാണെങ്കിൽ ക്ഷമിക്കാം. പക്ഷെ കള്ളം പറയുകയാണെങ്കിലോ? അത് പൊളിക്കുക തന്നെ വേണം. ഇത് സത്യമാണോന്നറിയാൻ ഇപ്പൊ എന്ത് ചെയ്യും? നമുക്ക് സ്റ്റിക്കി ജാം ട്രാപ്പ് വെച്ച് അവന്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയാലോ? അങ്ങനെ അവർ കാട്ടുപഴങ്ങൾ ഉപയോഗിച്ച് ബക്കറ്റുകൾ നിറയെ സ്റ്റിക്കി ജാം ഉണ്ടാക്കി. അതുമായി അവർ പതുക്കെ പതുക്കെ ശബ്ദം കേൾക്കാറുള്ള ദിശയിലേക്ക് നടന്നു. പെട്ടെന്ന് അസാധാരണമായ എന്തോ ഒന്ന് മുന്നിൽ കണ്ട് അവർ അമ്പരന്നു പോയി. ഇതെന്താ? കണ്ടിട്ട് പേടിയാവുന്നുണ്ടല്ലോ. കാട്ടിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു വലിയ ഡ്രം ആയിരുന്നു അത്. ആ ഭൂതത്തിന്റെ സ്ഥലം ഇത് തന്നെയാണെന്നാ തോന്നുന്നേ. നമുക്ക് ഈ ജാം ഇവിടെ തന്നെ ഒഴിച്ചു നോക്കാം. അവൻ ഇവിടെ വരികയാണെങ്കിൽ രാവിലെ നമുക്ക് കാൽപ്പാടുകൾ കാണാമല്ലോ. അങ്ങനെ അവർ ആ ഡ്രമ്മിന് ചുറ്റും സ്റ്റിക്കി ജാം ഒഴിച്ചു വെച്ചു. ജാം കാണാതിരിക്കാൻ അതിനു മുകളിൽ നിറയെ ഇലകളും വിതറിയിട്ടു. കെണിയൊരുക്കിയതിനു ശേഷം അവർ അവിടം വിട്ടുപോയി. അടുത്ത ദിവസം രാവിലെ തന്നെ അവർ ആകാംക്ഷയോടെ തിരികെ എത്തി. ഇത് നോക്കിയേ, ഈ കാൽപ്പാടുകളുണ്ടോ? അതിൽ ചുവപ്പ് നിറത്തിലുള്ള രോമങ്ങളും. എടാ എടാ, ഇത് ഭൂതമൊന്നും അല്ലടാ, ഇത് കാരുവിന്റേതാ. അവൻ നമ്മളെ എല്ലാരെയും പറ്റിച്ചു. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇനി അവൻ കള്ളത്തരം ചെയ്യരുത്. ഇന്ന് രാത്രി തന്നെ അവനെ കൈയോടെ പിടിക്കണം. അന്ന് രാത്രി അവർ കാരുവിനെ കൊടുക്കാനുള്ള സൂത്രവുമായി ഡ്രമ്മിനടുത്തെത്തി. ഇത് കാരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കാട്ടിലെ മധുരമുള്ള മാമ്പഴങ്ങളാ. ഈ വള്ളികൾ കൊണ്ടുള്ള വല മരത്തിൽ ഒളിപ്പിച്ചു വയ്ക്കാം.
നിന്നെ ഈ വലയിൽ കുടുക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. ഞാൻ ഈ ബലൂൺ കൊമ്പിൽ കെട്ടിയിടാം. അവൻ കൊട്ടയെടുക്കാൻ വരുമ്പോ കാണാം കഥ. നമ്മുടെ ഉറക്കം കെടുത്തിയെന്ന് അവന് നല്ലൊരു പണി തന്നെ കൊടുക്കണം. എല്ലാം റെഡിയായി, വാ. അങ്ങനെ അവർ കുറ്റിക്കാടിനു പിന്നിൽ ഒളിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴതാ ക്രഷ് ക്രഷ് ആ കാലടി ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഈ കാട്ടിലെ മണ്ടന്മാരെ കൊണ്ട് ഞാൻ തോറ്റ്. എന്നും രാത്രി വന്ന് വെറുതെ ഒന്ന് പേടിപ്പിച്ചിട്ട് പോയാ മതി. കുശാലായിട്ട് ഭക്ഷണവും കഴിച്ച് നടക്കാം. എന്റെ ഒരു ബുദ്ധി. കെണി ശ്രദ്ധിക്കാതെ അവൻ ഡ്രമ്മിനടുത്തെത്തി. ബും ബും. എല്ലാവരും പേടിക്കും, ഞാൻ ഭക്ഷണം കഴിക്കും. ആഹാ, എത്ര രസകരമായ ജീവിതം. വടിയെടുത്തവൻ ഡ്രം ഉച്ചത്തിൽ അടിക്കാൻ തുടങ്ങി. ഇതെന്താ ഒരു കുട്ട നിറയെ മാമ്പഴമോ? ഇതെനിക്ക് വേണ്ടിയാ? അങ്ങനെ ആർത്തി മൂത്തവൻ കുട്ടയുടെ അടുത്തെത്തി. കുട്ടയെടുത്തതും ഢം, ബലൂൺ പൊട്ടി. പെട്ടെന്ന് അയ്യോ അമ്മേ, ദൈവമേ, ശരിക്കും ഭൂതം വന്നോ? ഇതെന്താ വലയോ? രക്ഷപ്പെടാൻ അവൻ പഠിച്ച പണി അത്രയും നോക്കിയിട്ടും നടന്നില്ല. കിട്ടിപ്പോയി. ബൂംബൂ ഭൂതത്തിനെ കിട്ടിപ്പോയി. ഇത് നീ തന്നെയാണെന്ന് ആ കാൽപ്പാടുകൾ കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അത് ഞാൻ പിന്നെ ആരെ വേദനിപ്പിക്കാനൊന്നുമല്ല, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാലോ, അതാ. കാരുവിന്റെ നിലവിളി ശബ്ദം കേട്ട് മൃഗങ്ങളെല്ലാം അങ്ങോട്ടേക്ക് എത്തി. രാജാവായ ഷേരുസിംഹവും ഒപ്പം ഉണ്ടായിരുന്നു. എന്താ ഇവിടെ പ്രശ്നം? ആരാടാ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത്? കള്ളരെ കയ്യോടെ തന്നെ പിടിച്ചു രാജാവേ. എടാ ശേരു, കള്ള, നിന്നെ ഞങ്ങൾ എല്ലാം വിശ്വസിച്ചു. പേടിച്ചിട്ട് ഒറ്റ രാത്രി പോലും ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അറിയാടാ നിനക്ക്? അപ്പോൾ ഈ കുമ്പും ഭൂതം സൂത്രശാലി കാര്യമായിരുന്നല്ലേ? ക്ഷമിക്കണം. എല്ലാവരും എന്നെ പുകഴ്ത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാ. പിന്നെ വയറു നിറയെ ഭക്ഷണവും, അതുകൊണ്ടാ. നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ഡ്രമ്മ? അതെനിക്ക് ഉൾക്കാട്ടിന്ന് കിട്ടിയതാ. അവിടെ വേട്ടക്കാർ ഉപേക്ഷിച്ചു പോയതാ. അതൊന്ന് ഞാൻ കൊട്ടി നോക്കി, അത്രേ ഉള്ളൂ. നീ മനഃപൂർവ്വം ഞങ്ങളെ ഭയപ്പെടുത്തിയില്ലേ? ശരി, നീ എല്ലാവരോടും ക്ഷമ ചോദിക്ക്. എല്ലാവരും ക്ഷമിക്കണം. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഞാൻ ആവർത്തിക്കില്ല, ഉറപ്പ്. ഒരു തെറ്റെല്ലാവർക്കും പറ്റും. ഇത്തവണ ക്ഷമിച്ചിരിക്കുന്നു. ഇന്നത്തെ പാട്ട് കച്ചേരിയിൽ നീ തന്നെ ഡ്രം അടിക്കണം. ഇത് ഞാൻ സത്യസന്ധമായിട്ട് തന്നെ ചെയ്യും. കള്ളം കാണിക്കില്ല. എന്നെ വെറുതെ വിട്ടതിന് ഒരുപാട് നന്ദി. ഇനി മുതൽ പാട്ടും പാർട്ടിയും മാത്രം. അങ്ങനെ എല്ലാവരെയും പറ്റിച്ച കുറുക്കൻ കാട്ടിലെ പ്രിയപ്പെട്ട ഡ്രമ്മിസ്റ്റായി മാറി. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നോ? നുണകളും തന്ത്രങ്ങളും കൊണ്ട് നേടുന്ന വിജയം താൽക്കാലികം മാത്രമാ. ദയയും സത്യസന്ധതയും മാത്രമേ ശാശ്വത വിജയം നൽകൂ. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.